Namaskaram, everybody. Elavaram Sukmanu. Sukmanu. Trying to say hello. How are you doing? I'm Vivian Day here with Andrew Flash Gordon. Today we're watching MANICHITRATHAZHU. Nice. I hope that's right. Thank you for being here. As always, like, subscribe, so that you know when we drop parts 2 and 3. Thank you for being here. As always, let's get going. Let's do it. Yeah? Let's go. Oh. അപ്പോ ഇന്നും നീ ഈ പണി തീർക്കില്ല അല്ലേ രാഘവ? ഇവിടെ എന്താ വല്ല കല്യാണം മറ്റോ നടക്കാൻ പോവാണോ? ഇത്രയ്ക്ക് അങ്ങോട്ട് വിസ്തരിക്കാൻ? It's like abandoned almost. ആ കുമ്മായിട്ട് 4 വലി വലിച്ചേക്ക. പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക. ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോളൂ. One job. ഈ നാട്ടില് വെള്ളപൂശുകാര് വേറെ ഇല്ലാഞ്ഞിട്ടല്ല. മാടമ്പിള്ളി മേടയില് യക്ഷിയുണ്ട്, മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികള് ഇതിനകത്ത് കുത്തില്ല. Not ghosts. It's very specific. But do they look like Angelica Houston or Anne Hathaway? It's a big difference. കൽക്കട്ടയിന്ന് ശാരദാമ്മയൊക്കെ ഏത് നിമിഷവും കേറി വരാം. അപ്പോഴും നീ നിന്റെ ഈ കോലുമായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണ്. Where is he? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി. നിർത്തിയേക്ക. ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് ചുറ്റിത്തിരിയണ്ട. ഞാൻ കൂലി തരില്ല. That's a big house to get ready. I was gonna say, could whoever you're talking to hear you from when you were downstairs? This is a lot of space you're covering right now. It really is haunted. Still rocking? Oh, that's creepy. Oh, that's creepy. I'd be having a panic attack now. Absolutely. Nope. It moved. Wasn't it on her arm? Or is that just continuity? I don't remember. Oh, you left the keys! നമ്മുടെ ദാസപ്പൻകുട്ടിയെ കണ്ടാലേ വീട്ടിലോട്ടൊന്ന് വരാൻ പറയണം. ഞങ്ങളുടെ തൊട്ടി കിണറ്റിൽ വീണു. Oh, that's the worst. നിത്താന്റെ മോളുട്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ. അതെയോ? ആയിക്കോട്ടെ. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്താവാൻ? ഞാൻ വാര്യർക്ക് It was bad. താക്കോൽ കൊടുക്കാതേന്ന് ചൊല്ലൂ. അതേലോ? താക്കോലെടുക്ക. Oopsies. Without taking the key at dawn? Oopsies. Did you forget the key? Yep. അത്ര തന്നെ. ശരിക്കും താക്കോലെടുത്തിട്ടില്ല. മാടമ്പിള്ളിയിലെ മേട പൂട്ടിട്ട് Good job. He was so freaked out he forgot it. നിന്നെ തെക്കേടുത്ത ഉണ്ണിത്താന്റെ മോള് വന്ന് തിരക്കിട്ട് പോയിട്ടുണ്ട്. അവരുടെ തൊട്ടിയെ മറ്റോ കിണറ്റിൽ വീണു. അതൊന്നും എടുത്തു കൊടുക്കാനാ. That took all evening? Oh. Oh, he's still there. ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. സാധനം എടുത്തു. ഇല്ല. താൻ എങ്ങനെ അറിഞ്ഞു? നമ്മളെ വൈദ്യര് പറഞ്ഞു. എന്നാ പിന്നെ അല്ലി എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരായിരുന്നു. അതിന് ഞാൻ വീട്ടിൽ പോയില്ലടോ. എങ്കി വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയത് എടുത്തേക്കാം. Classic miscommunication. അത് ഈ ചൂടിന്റെയാ. സംഗതി ഞാൻ ഇപ്പൊ എടുത്തോ കൈ തന്നേക്കാം. ഒരു 10 തൊട്ടി വെള്ളത്തിന് കുളിച്ചോ. പോയി പാതാളക്കരണ്ടി ചെയ്യുന്നെങ്കിൽ. പാതാളക്കരണ്ടി എന്തിന്? അല്ല വേണമെന്നില്ല. നമുക്ക് കിണറ്റിൽ ഇറങ്ങിക്കളയാം. He's like, what are you doing? മാടമ്പിള്ളി താക്കോല്. അപ്പൊ തൊട്ടി എടുക്കണ്ടേ? എന്തോന്ന് തൊട്ടി? This is funny. നിനക്ക് എന്താ ദാസപ്പൻകുട്ടി? സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക. തൊട്ടിയേ നിങ്ങൾ നടക്കണേ ദാസപ്പൻകുട്ടി. Oh gosh, it's so much creepier now. I wonder if the key's still gonna just be in the door. Oh, the door has been opened, no. but the key is still there. Oh no, lock it and close it. You could search every room. The Check. wind? Maybe Raghavan? Is there a woman? Well, that's unusual. I feel like this is truly a spirit or someone's messing with him. Where are all these red lights coming from? ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അവിടെ നിൽക്കുക. വേറെ ആരുമില്ല. മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. 4 തകടി പൂച്ചിട്ടുണ്ട്. പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ. ഭയപ്പെടണ്ട. എന്റെ ഈ തകട് അത്ര മോശമൊന്നല്ല. Okay, do we trust this? മിണ്ടാതെ ഉരിയാടാതെ മേടയ്ക്കുള്ളിലെ 4 മൂലയ്ക്ക് അങ്ങ് സ്ഥാപിക്കാം. എനിക്കിപ്പൊ കക്കൂസി പോണം. Zip it. ഇന്നലെ രാത്രി ഉണ്ണിതാൻ ചേട്ടനെ ഇത്രയ്ക്ക് അങ്ങ് പേടിച്ചത്. നാണക്കേട്. മനുഷ്യനായ ഒരു ശേന യുക്തിബോധം വേണ്ടി.
ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പോ ഇങ്ങനൊരു സംഭവം നടന്നു നാട്ടുകാർ അറിയണ്ട. What happened to his mouth? എന്താ? He's like, are we playing charades? Right? Oh, what a good friend. ഉണ്ണിത്താൻ ചേട്ടൻ ഇന്ന് ബാത്റൂമിൽ ചേച്ചി വല്ലതും പറഞ്ഞു. വല്ലതും Like, did he use his mouth and words? ആ, ഇല്ലല്ലോ. എന്താ ദാസപ്പ? Yeah, why? ഉണ്ണിത്താൻ ചേട്ടൻ ഈ അസുഖം നേരത്തെ തന്നെ തുടങ്ങിയോ? അയ്യോ, അസുഖമോ? എന്താ? എന്ത് പറ്റി? Oh no, don't scare her. ആ, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഞാനക്കിടന്നില്ല. മിണ്ടുന്നില്ലേ? ആ. എനിക്കൊന്ന് കാണണമല്ലോ. എവിടെയാ? വല്ല ആശുപത്രിയിലാണോ? അല്ല, കക്കൂസില. ഇന്നലെ രാത്രി മാടമ്പള്ളി വെച്ചൊന്ന് പേടിച്ചതാ. പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞു. Don't ruin my rep. ഇന്നലെ മാടമ്പള്ളി വെച്ച് എന്തോ പറ്റി? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്താ അസുഖം വെച്ചാ പറ. Not talking. എന്തൊക്കെയായി കാണിക്കുന്നേ? Okay, the talismans that the priest gave him. ഈശ്വരാ, ഞാനിപ്പോ എന്ത് ചെയ്യും? Oh, now he's beating on him. What? കൊണ്ട് ചേട്ടന്റെ അടുത്ത് പോയി. Poor guy. ചില ശ്ലോകം ചൊല്ലിക്കോട്ട സമയത്തെങ്ങാനും അവിടെ ചെന്ന് കയറി കാണും. കൽക്കട്ടക്കാരുടെ ഓഹരി ഭരിക്കാഞ്ഞിട്ട് കിടക്കപ്പുറത്ത് ഇല്ലായിരുന്നല്ലോ അങ്ങർക്ക്. ആലപ്പാറ പോറ്റുമാരെ ഹരഹര ചൊല്ലിച്ച മേടയാ. നിന്റെ ഭർത്താവ് താലൂക്ക് In a room? ഭർത്തനല്ലേ? Why couldn't they just do that out of the house? Why do they have to stay in the house? തരട് ജപിച്ചു തരാം. പക്ഷെ ഞാൻ ജപിച്ച തരട് അദ്ദേഹം കെട്ടുവോ? എന്നാ വാ. Like, wouldn't you want like the people to be like, can you just make them go away completely? I hate having the one creepy room. Like, I hate it. Oh, now she can't talk. ഞാൻ എപ്പോഴേ പറഞ്ഞത്. ഒന്നുമില്ല സാർ. Hello. I'm guessing this is the couple. കൽക്കട്ടയിൽ ശാരദ ചേച്ചിയും മറ്റും വരുന്നല്ലേ കേട്ടുള്ളൂ. താനും പുത്തം വീണ്ടും നാട്ടിലേക്ക് വരുന്നതിന്റെ ഒരു സൂചന പോലും കിട്ടിയില്ല. എവിടെ ബാക്കിയുള്ളവരൊക്കെ എവിടെ? വേറെ ആരുമില്ല അമ്മാവ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഗംഗ ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് വന്നു. രാത്രി കുറെ ഇരുട്ടിയിട്ടാ മാടമ്പള്ളിൽ എത്തിയത്. രാത്രിയില് നിങ്ങൾ മാത്രമായിട്ടോ? മേടയുടെ താക്കോല് കണ്ടതുകൊണ്ട് it was them. പുറത്ത് നിർത്തിയിട്ട് ഞാൻ അകത്തൊക്കെ ഒന്ന് കയറുന്നു. Yeah, he just took it the wrong way because everything that preceded it. ഗംഗയ്ക്ക് അവരെല്ലാം മനസ്സിലായി. ഇത് അമ്മായി, അത് ജയശ്രീ, അമ്മാവന്റെ മോളാ. നീ എന്ത് പറയുന്നു? ഒത്തിരി അങ്ങ് വളർന്നു പോയല്ലോടി. ബാസുരക്കഞ്ഞമ്മയുടെ മോളാ. അല്ല, Oh no. ഇവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? She can't talk. നിക്കണ്ട, ഉരിയാടാതെ. Okay, at least he got it. അമ്മാവന്റെ മൂത്ത മകളാ ശ്രീദേവി. അപ്പച്ചി വന്നിട്ടില്ലേ നവിലേട്ടാ? അമ്മ വരാനിരുന്നതാ. പെട്ടെന്ന് ചേച്ചി കൂട്ടിക്കൊണ്ടുപോയി ബോംബേക്ക്. അല്ലേലും ആർക്ക് വേണം സ്വന്തം നാടും വീടും ഒക്കെ? I would. ഇനി ഇപ്പൊ കുറെ നാള് നാട്ടിൽ തന്നെ താമസിക്കാനാ പരിപാടി. പുതിയ പ്ലാന്റിന്റെ പണി തീരുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും. അതേതായാലും നന്നായി. വാ മോളെ. ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ കൂടാം. അത് വേണ്ടമ്മ, ഞങ്ങൾ മാടമ്പള്ളി താമസിച്ചോളാം. മാടമ്പള്ളി? അതെ. എന്താ? Awkward. നമ്മുടെ തറവാട്ട് വീടൊക്കെ തന്നെ ഓഹരി പ്രകാരം തന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതുമാണ്. പക്ഷെ ആ വീട് താമസത്തിന് അത്ര നല്ലതാണ്. ചില ശല്യങ്ങളൊക്കെ ഉള്ള വീടാ പണ്ട് മുതലേ. ചെറുപ്പത്തില് ചിലതൊക്കെ കേട്ട് കാണുമല്ലോ. ദുർമരണങ്ങള് പലത് നടന്ന തറവാട്. അന്യ കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് അവിടെ പാർത്താൽ സ്വൈര്യം കിട്ടില്ല എന്നാ വിശ്വാസം. അന്യ കുടുംബത്തിൽ നിന്ന് വരുന്ന പെണ്ണ. അതൊക്കെ പഴയ കാലത്തെ ഓരോ വിശ്വാസങ്ങളല്ലേ അമ്മാവ? Everybody in the town. Okay, can you talk now? ഇനി എനിക്ക് നിന്നോട് 4 വർത്താനം പറയാനുണ്ട്. എന്റെ നാക്കെ ഇറങ്ങിപ്പോയിന്ന നിന്റെ വിചാരം? ഇനി നീ രാവിലെ പറഞ്ഞതിന്റെ ഏനക്കേട് കൂടെ ഞാൻ നിനക്ക് മാറ്റിത്തരാം. നീ എന്താ പറഞ്ഞത്? എനിക്ക് മറുഷോക്ക്. I'm about to get beat. Oh. Are they gonna think it's a ghost? Oh no. Now, do you believe in ghosts? Oh my gosh. Ow.
He's so scared. Why you gotta sneak up on him? Yeah, this is not the best time to sneak up on him. Oh. Just show him. അയ്യേ എന്താ അക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? കാര്യം ഭാര്യയും ഭർത്താവാ. ഞാൻ വീട്ടിലേക്ക് വരാന്ന്. Chill. വീട്ടിന്ന് നിനക്ക് എന്താ Oh my God. That's hilarious. പിന്നെ നമ്മള് രണ്ടാളും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. That's so cute. Just show. What? You come with me. ഗംഗയ്ക്ക് ഇഷ്ടമായ പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എത്ര നല്ല സ്ഥലം. That's good. ഈ പുസ്തകങ്ങളൊക്കെ ചേച്ചിയുടെ ആണോ? അതെല്ലോ. Oh, unpacking. തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ. പിന്നെ നമുക്ക് പറ്റിയ സ്ഥലം നോക്കി മാറ്റാം. You could have a whole floor be your library. That'd be a lot of books. I would totally do Even that. one room is a lot, but yeah. എന്നെ പഠിപ്പിക്കുന്ന സാറാ. ആര്? ഈ മഹാദേവനോ? Oh, wow. ചുമ്മാ. ചേച്ചിയോട് അമ്മ എല്ലാം പറഞ്ഞു കാണും. ഇല്ലെന്നേ. എന്താ കാര്യം? അല്ലി പറഞ്ഞോളൂ. ഒന്ന് പോയി. Are they engaged? Oh. ആഹാ. അത് ശരി. എന്നിട്ട് ഇപ്പോഴാണ് അത് പറയുന്നത്. ഒക്കെ നിശ്ചയിച്ചോ? മേഡത്തില്. സാരതേ നമ്മുടെ തൊട്ട അയലത്താ താമസം. Oh, wow. How wild. If the author of the book you're reading was right there. Interesting. Uh-oh. Maybe he was what got her in the mood. എന്റെ പുസ്തകങ്ങളൊക്കെ ഭംഗിയായിട്ടൊന്ന് അടുക്കി വെക്കാൻ പറ്റിയ ഒരു മുറി വേണമല്ലോ അല്ലി. ഞാൻ ഇന്നലെ മുതൽ നോക്കുക. You need good lighting. വെറും ഒരു മുറി പോരാ. എനിക്ക് ആ മാന്തോപ്പിലേക്ക് തുറക്കുന്ന ജനാലകളുള്ള മുറി വേണം. There's plenty of rooms. We will accommodate you. Do you have roughly 2 hours to spend walking around? It's so dark. It's got that spooky vibe in the score. Yeah. Maybe a cold, dark ആ library. മുറി I guess. കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. The wall. Would you go in? Oh, to the Mall of America? No, into. Oh, would I go Yeah. in? Oh, I thought you said who'd you go with? If it was locked. I'm a and- risk taker, so ഇരിക്കുകയാണല്ലോ. maybe I would. അച്ഛന്റെ ഈ താക്കോല് കാണും. നമുക്ക് വാങ്ങിച്ചു തുറക്കാം. Because subconsciously I'd be like, what's behind there? Curious, yeah. ഇതൊരു പഴയ തറവാടായതുകൊണ്ട് ഇവിടെ ചില വെച്ചാരാധനകളൊക്കെ ഉണ്ട്. Don't ever go to the West Wing. തെക്കിനിയുടെ ഭാഗത്തേക്ക് Southern side, apparently. മന്ത്രവിധി പ്രകാരം ചിത്രപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ. ഇപ്പോഴും ആണ്ടുതോറും ദുർഗാഷ്ടമിക്ക് ചില ചടങ്ങുകളൊക്കെ നടത്തി. Oh, to like reseal. Yeah, telling someone not to do something is a recipe for them doing it. How defiant are you? രണ്ട് ആത്മാക്കളെ ആവാഹിച്ചിരുത്തിയിരിക്കുന്നു. Oh, he's just giving it straight. I respect it. ഇതൊന്നും വിശ്വാസം വന്നോളൊന്നില്ല. എന്നാലും മോള് ആ ഭാഗത്തേക്ക് പോകണ്ടെന്ന് വെച്ചേക്കണം. ഇത് പറയണം. Yeah, I'd be like, okay. 150 വർഷങ്ങൾക്ക് മുമ്പ് You don't need to find out. അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നോരുണ്ടായിരുന്നു. തഞ്ചാവൂരിൽ നിന്നങ്ങണ്ട ഒരു നൃത്തക്കാരിയെ മേഡമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. Oh, drama. എന്തായാലും ഒരിക്കലും നാഗവല്ലിയെ തിരക്കി നമ്മുടെ തെക്കിനിയുടെ തൊട്ടപ്പുറത്തുള്ള വീടാ. എന്തിനു പറയുന്നു, കാർന്നോരെങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അർദ്ധരാത്രി നാഗവല്ലി നമ്മുടെ Is the spirit still residing there? 8ാം ദിവസം ദുർഗാഷ്ടമി രാത്രിയില് നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്തയക്ഷിയായിട്ട് മാറി അരക്കകത്ത് വരെ കയറി ചെന്നാ പറയുന്നേ. കാർന്നവരെന്തൊക്കെയോ ഭയങ്കര മന്ത്രമൊക്കെ ചൊല്ലി ഒടുവിൽ രക്ഷപ്പെട്ടു. Convenient. പിന്നെ ആലപ്പാറ പോറ്റിമാര് വന്ന് 61 ദിവസം മാന്ത്രിക ക്രിയകളൊക്കെ നടത്തിയിട്ടാ തമിഴത്തിയുടെ ആത്മാവിനെ ആ തെക്കിനി ബന്ധിച്ചത്. ആ പഴയ കാർന്നവരും അവസാനം വിഷം കഴിച്ച് ആത്മഹത്യ. Oh, wow. ആ ആത്മാവിനെ ഈ തെക്കിനിക്കകത്ത് തന്നെയാ ബന്ധിച്ചത്. ഇതൊക്കെ മുത്തശ്ശിമാര് പറഞ്ഞു കേട്ട കഥകളാണേ. സത്യം എന്താണെന്ന് ആർക്കറിയാം. പിന്നെ ആ രാമനാഥം വന്ന് രഹസ്യമായിട്ട് താമസിച്ച വീട്ടില് ഇപ്പോഴാരാ താമസിക്കുന്നറിയാവോ? Awesome author. ആ കോളേജ് ലെക്ചറർ. God, that is That computer. an older model computer. ഇവിടെ അമൂല്യങ്ങളായ ഒത്തിരി സാധനങ്ങളൊക്കെ കിടപ്പുണ്ടെന്ന്. ഞാൻ ഇവിടെ എല്ലാം അരിച്ചു പെറുക്കി നോക്കിയിട്ടും എന്തെങ്കിലും ഒരെണ്ണെങ്കിലും കാണണ്ടേ.
എനിക്ക് തോന്നുന്നത് എല്ലാം പൂട്ടിയിട്ടിരിക്കുന്ന മുറിക്കകത്ത് കാണുമെന്നാ. ഇവിടെയുള്ള സാധനങ്ങൾ കളവ് പോകാതിരിക്കാൻ I see where she's thinking. ഉണ്ടാക്കിയതായി പ്രേതകഥയൊക്കെ. അപ്പൊ പിന്നെ പേടിച്ചിട്ട് ആരും തുറക്കില്ലല്ലോ. That would be smart. എന്തായാലും എനിക്ക് ആ മുറി ഒന്ന് തുറന്നു കാണണം. എന്താന്ന് കേട്ടാ? You mean you want to kickstart the plot? താൻ തുറക്കടോ. Sure, go ahead. Are they not rich enough? Key. She had one made? പുതിയ താക്കോല്. ഇപ്പഴാ ചന്തു കൊണ്ട് തന്നത്. ആരെങ്കിലും എതിർപ്പും കൊണ്ട് വരുന്നതിന് മുമ്പ് തുറന്നേക്കണേ. ഞാൻ പോട്ടെ, കോളേജിൽ പോണം. പിന്നെ വരെ. That's the worst that could happen. Let me discover some treasure and trope. Oh, creepy. Oh, I thought it broke. Is that blood on that picture? It kind of looks like it. It's gorgeous. I do like those colors. Really cool in the glass. Oh, there's the dancer. So that was her room. You have awakened the spirits. Yeah. അച്ഛനുമൊക്കെ ഇത്രയ്ക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇതിപ്പോ വേണ്ടിയിരുന്നില്ല ഗണേ. ഇനിയിപ്പോ എന്തൊക്കെയാ വരുന്നതെന്ന്. We'll stick around till the end of the movie. You'll find out. ചേച്ചിക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? എങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നത്? അറിഞ്ഞോ? I've seen the bodies. കൊല്ലം കിടപ്പായിന്ന്. What? പിന്നെ താക്കോല് പണിക്കാൻ പോയ ആ പയ്യനില്ലേ, ചന്തുവിന്റെ കൂട്ടുകാരൻ ബിച്ചു, അവനും പനിച്ചു തുടങ്ങിന്ന്. Oh man. Oh, you see she was already sweating there? ഈ ചെറുത്താങ്കോട്ടയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാ That's so nice of them. വരികയാണെങ്കിൽ എല്ലാവർക്കും കൂടെ അനുഭവിക്കാം. Loyal family. Yee. ഈ പ്രായശ്ചിത്ത കർമ്മം നടത്തി കുംഭം കൊണ്ടുവന്ന് മാടമ്പള്ളി തെക്കിനി സ്ഥാപിച്ച് വാതില് രക്ഷാത്തകടിട്ട് ബന്ധിക്കുന്നത് വരെ You still there? Why are you dusting the place? Oh, I would have such bad allergies in there. Yeah. Oh, well, I guess that is some treasure. Where the oh, I thought What? it moved. What? Wait, did it or no? What? Did it move? I thought it did. Maybe I just psyched myself out like it did. I really thought it did. If it didn't move, that got me. I really thought it did. I didn't see it all. Hello. I like this music. I think I'll lock her in. Oh, in the forbidden room. Yeah. Oh. That's where she was. Oh no. Oh my gosh. Okay. Yeah, check first. Whoa. Crying? அந்த ஆகரியில கீர்த்தனை ஒண்ணு பாடுறீங்களா? ആരത്? நான் தான் நாகவல்லி. Oh. Ah! Ah! No! This really does seem supernatural. Whoa. That's Interesting dizzy. POV. Yeah. Come on, we want to see. Oh. Oh. I felt like those toes were getting longer. She's venturing out into the house. Oh no, the ghost earlier was in white, right? She had on a white sari. This is free. ഒന്ന് വന്നേ. ആ ശാന്തമ്മ എന്തോ കണ്ട് പേടിച്ച് Oh നിലവിളിക്കുന്നു. no. അവൾക്ക് വല്ലാത്ത ശ്വാസം മുട്ട് നെഞ്ചുവേദന. No. എങ്ങാണ്ട് ഒരു ശബ്ദം കേട്ടാ ഞാൻ ഉണർന്നത്. നോക്കിയപ്പോ ജനലിൽ ഒരുത്തി മുടി അഴിച്ചിട്ട് നിൽക്കുന്നു. ചുമ്മാ നിങ്ങൾക്കൊക്കെ വെറുതെ ഓരോന്ന് തോന്നുന്നതാ. Gaslight. പേടിയുണ്ടെങ്കിൽ അടുത്ത മുറിയിലെങ്ങാണ്. Huh? Who threw that? Your local Now do you believe in poltergeist. ghosts? Yeah.
വെറുതെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. Why are you blaming her like that? നടക്കാനും ഇതൊക്കെ എറിഞ്ഞുടയ്ക്കാനും ചുമ്മാ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഉള്ള ജോലി ഇല്ലാതാക്കാൻ നോക്കണ്ട. പറഞ്ഞേക്കാം. Let's pretend it didn't happen. ഇങ്ങനെയുള്ളവരായി കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുന്നത്. മാടമ്പള്ളി യക്ഷിയുണ്ട്, ചാത്തനുണ്ട്, മാടനുണ്ട്, ഭൂതമുണ്ട്. Gosh. Yeah, who was that? ചന്തു പോയി കിടന്നോളൂ. നാളെ അന്വേഷിക്കാം. ചെല്ലേ. ശ്രീദേവി. Will anyone be able to sleep tonight? I wouldn't. Nope. എന്തൊക്കെയോ ദോഷങ്ങളുള്ള വീടാണെങ്കിലും കുട്ടി ഇത്. ഇനി ഇപ്പൊ പരീക്ഷിക്കാനൊന്നും നിൽക്കണ്ട. വേണ്ട പരിഹാരമൊക്കെ ചെയ്തിട്ട് മതി ഇനി ഇവിടുത്തെ താമസം. നോക്ക്, ശാരദ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഗുണദോഷിക്കാൻ ഇന്നിവിടെ ഞാൻ മാത്രല്ലേ ഉള്ളൂ. അമ്മാവ നിങ്ങളൊക്കെ ഇത്രയും പറഞ്ഞ ഞാനൊന്ന് ഗംഗയില്ലേ ഇത്? How'd that happen? Oh, I'm just excited and curious for like the actual reveal when it all happens. എന്ത് പറ്റി? ഗംഗേ സാരിയെല്ലാം കത്തി. ഗംഗേ 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 എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നകുലേട്ടാ. സാരി തുമ്പ് കുറെ കത്തി കഴിഞ്ഞിട്ടാ ഞാൻ അറിയുന്നത്. ഞാൻ അടുക്കളയിലോട്ട് പോയിട്ടേ ഇല്ല. വരാന്തയിൽ നിൽക്കായിരുന്നു. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വേറെ ആരുമില്ലായിരുന്നു. ഞാനും ശ്രീദേവിച്ച് മാത്രം. ഞാൻ അമ്മാവനോട് ചോദിക്കുന്നത് Oh, wow. ശ്രീദേവിക്ക് ഇതിനു മുമ്പ് Throwing that in there. ഇങ്ങനെ വല്ല മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോന്ന്. Do you hallucinate? താനും തന്റെ ആ പരിഷ്കാരി പെണ്ണും കൂടെ ഇവിടെ കാണിച്ച നിഷേധത്തിന്റെ ദുശ്ശകനങ്ങളാണോ ആ കണ്ടതൊക്കെ? അത് ശ്രീദേവി എന്തിനാ ചികിത്സിക്കുന്നേ? ഇന്നലെ രാത്രി ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നു. അതുകൊണ്ടാ ആരും അറിയാതെ ഒരു കർമ്മം നടത്തി ആ തെക്കിന് ബന്ധിക്കണമെന്ന് വെച്ച് ഇന്നലെ അർദ്ധരാത്രി ഞങ്ങളോട് വന്നത്. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ? ഇതോ തെക്കിനിയിലെ തമിഴത്തിയെ ഞങ്ങൾ നേരി കണ്ടിടോ. അപ്പൊ കാണുകയും ചെയ്തു. ഇനിയിപ്പോ സംശയം വേണ്ട. ഇവിടെയുള്ള എല്ലാവർക്കും എന്താ പറയാ? താൻ എന്ത് പാടോ തലയും താലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്? ശ്രീദേവിക്ക് എന്തോ പറ്റിയെന്നാ? താൻ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങുന്നോ ഇല്ലയോ ഇപ്പൊ അറിയണം. ഇല്ല, ഞാനും ഗംഗ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും Until this case is solved. പക്ഷേ ശ്രീദേവിയുടെ കാര്യത്തിൽ ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. I don't think that's the answer, friend. All right, that's part 1 for MANICHITRATHAZHU. I love that title. MANICHITRATHAZHU. Yeah, Did I say it? MANICHITRATHAZHU. Yes. I think you did. Okay. We're good. Thank you for following along. Please like, subscribe, upvote this video so we know you're having a grand old ball. And stay tuned for part 2 and 3. See you soon. I'm Vivian Day. I'm Andrew Flash Gordon. Bye.